സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ആണ് ഞാൻ ചോദിക്കുന്നത് താങ്കൾക്കായിട്ട്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഓവറോൾ എനർജി എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്ന് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത്. മൂന്നാമത്തെ കാർഡ് എന്തിലാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തായിരിക്കും ഇന്നത്തെ ഓവറോൾ എനർജി എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. വളരെ നല്ലൊരു കാർഡാണ്. അതായത് നമ്മുടേതായിട്ടുള്ള ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള എനർജിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇഷ്ടമുള്ള നമ്മൾ പൂർണ്ണമായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, മറ്റു പല കാര്യങ്ങളും നമ്മൾ ഇതാക്കുക. ശരിക്കും ഇത് നമ്മൾ നളദമയന്തിയുടെ കഥയിൽ നമ്മളൊരു ഹംസത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അതേപോലെ ഇതിൽ നമ്മൾ കാണുന്ന ഹെർമീസ് പറയുന്ന ദേവനാണ്, ദേവൻ്റെ ചിറകാണ് കാണുന്നത്. ഇദ്ദേഹം സ്നേഹത്തിൻ്റെ മെസ്സേജ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ചിലപ്പോൾ നമുക്ക് ഇന്ന് വല്ല മെസ്സേജ് കിട്ടാൻ സാധ്യത എന്നുള്ളതാണ്. ഈ കാർഡിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ള എനർജിയാണ്. എന്ത് ഗൈഡൻസ് ആണ് നമുക്കിന്ന് കിട്ടുന്നത് ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡാണ്. സോഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു മെൻ്റൽ ക്ലാരിറ്റിയുടെ കാർഡാണ്. 2 സോഡുകൾ ചെസ്റ്റിന് ക്രോസ് ആയിട്ട് കണ്ണടച്ചിരിക്കുന്ന ഒരു വനിത എന്ന് പറഞ്ഞാൽ, കണ്ണ് കെട്ടിയിരിക്കുന്ന വനിത എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യത്തിൽ നമുക്ക് തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന് പറയുന്ന പ്ലേയിൽ ടു ബി ഓർ നോട്ട് ടു ബി എന്നൊരു ചോദ്യം ഹാംലെറ്റ് ചോദിക്കുന്നുണ്ട്. അതായത് ഹാംലെറ്റിനെ അറിയാം, ഹാംലെറ്റിൻ്റെ പിതാവിനെ കൊന്നത് ഹാംലെറ്റിൻ്റെ അങ്കിളാണെന്നുള്ളത്. പക്ഷേ അത് ഉറപ്പിക്കണോ വേണ്ടോ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതേപോലെ നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്കിന്ന് രണ്ടിൽ ഏതാണെന്ന് ചൂസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് താങ്കളുടെ മുന്നിൽ 2 ഓപ്ഷൻസ് വരും. ഇതിലേത് വേണം എന്ന് ചൂസ് ചെയ്യാൻ നമ്മളിങ്ങനെ ഡിലേ ചെയ്ത് അനാലിസിസ് പാരാലിസിസ് എന്ന് പറയും. സമയം തള്ളി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യണം. കുറേ നാളായിട്ട് താങ്കൾ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അത് ഉടനെ എടുക്കാനാണ് പറയുന്നത്. എന്തിനാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ 8 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 8 ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പോകുന്ന വേഗത വളരെ സ്ലോ ആണ്. ഇങ്ങനെ പോയാൽ നമ്മൾ അവിടെ എത്തില്ല. അതുകൊണ്ട് എത്രയും വേഗം താങ്കളുടെ ജീവിതത്തിലെ വേഗത കൂട്ടണം. അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് തരുന്ന സന്ദേശം ഇതാണ്. ഇത് കേട്ട് അത് അനുസരിച്ച് താങ്കൾ പ്രവർത്തിച്ച് വിജയത്തിലെത്തുക. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.